ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്റെ കൽബിലെ സ്നേഹം ലൈല മനസ്സിലാക്കും. ഉറപ്പാ, അതുറപ്പാ. പക്ഷെ ഇതെങ്ങനെ കൊടുക്കും? ഇവിടെ വെച്ച് കൊടുത്താൽ മാമയോ മാമിയോ കാണാൻ വഴിയുണ്ട്. പുറത്തു വെച്ചാകാം. ഈ കത്ത് ഞാൻ നേരിട്ട് കൊടുത്താൽ ശരിയാവൂല. ലൈല ഞാനൊരു പൂവാലനാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? അത് മാത്രമല്ല, എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് താങ്ങാനാവൂല. ചിലപ്പോ മാമാന്റെ വക താങ്ങ് വേറെയും കിട്ടും. അശോകനല്ലേ അത്? ഐഡിയ. ഇവനെ ഒരു ദൂതനാക്കാം. ആചാര്യ ഇവിടെ ഉണ്ടാവോ? ഇത്രയും വലിയ പണ്ടാരത്തിനെ എങ്ങനെ വീഴ്ത്തും? അല്ല, ഇതാരും ജമാലാ. നീ ഇവിടെ ഉണ്ടായിരുന്നാ? ഇന്ന് അഭിനയിക്കാനൊന്നും പോയില്ലേ? അയ്യോ സോറി ട്ടാ. ചാൻസ് വെച്ചെങ്ങും പോയില്ലേ? ഇല്ല, 2 ദിവസത്തേക്ക് റെസ്റ്റാ. നീങ്ങ വന്ന് ഒരു കാര്യം പറഞ്ഞേ. എന്താ? ഇങ്ങ വന്ന്. ഞാൻ ആചാര്യ കാണാൻ വേണ്ടി വന്നാ. മാമനൊക്കെ കാണുക വന്നേ. എന്താന്ന് വിട്ടിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. നീ എന്നെ ഒന്ന് സഹായിക്കണം. കാശോ മറ്റോ? കാശ് ആർക്ക് വേണം? ഇത് അതൊന്നുമല്ല, ഇത് വേറൊരു കാര്യം. എന്ത് കാര്യം? നിനക്കറിയാലോ ലൈലാൻ എനിക്ക് പെരുത്തിഷ്ടമാണെന്ന്. അതിന് ഓളെ കൊണ്ട് നീ എന്നെ ഒന്ന് ഇഷ്ടപ്പെടുത്തിക്കണം. ഞാനെങ്ങനെ ഇഷ്ടപ്പെടുത്താനാ? ഞാൻ പറഞ്ഞ ലൈല കേക്കൂ? നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഈ കത്ത് കൊണ്ടുപോയി ഞാൻ തന്നാന്ന് പറഞ്ഞ് ഓളുടെ കൈ കൊടുത്താൽ മതി. ഞാനെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് പോയടാ അവിടുന്ന്. ഞാനെന്താ പോസ്റ്റ്മാനാ? ഇനി നീ ഇതിൽ എഴുതിയേക്കണ വായിച്ചിട്ട് വേണം അവൾ എന്താ കാരണം അടിച്ചു പൊളിക്കാൻ. ഞാനേ നമ്മുടെ ആചാര്യം ഒന്ന് സോപ്പിടാൻ വേണ്ടി വന്നാ. നീ എന്താ മാമേനെ കുളിപ്പിക്കാൻ പോണ? ഓ, സോപ്പിട്ട് വളക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തിന്? അതൊക്കെ ഉണ്ട്. അതിനാണ് നീ സർക്കസിലെ ജോക്കറിനെ പോലെ വേഷം കെട്ടി വന്നേക്കണേ? ജോക്കറാ? നീ കത്തുകൊണ്ട് ലൈലക്ക് കൊടുത്തില്ലെങ്കിൽ ഞാനിപ്പ മാമനോട് പറയും നീ മാമേനെ സോപ്പിട്ട് പറ്റിക്കാൻ വന്നേക്കാണ്. കുരിശായില്ല ദൈവമേ. ഞാൻ കൊടുക്കാം. അങ്ങനെ വഴിക്ക് വാ. അല്ല, നീ ഹാജരെ കണ്ടിട്ട് കൊടുത്താ പോരെ? പോരാ, കോളേജ് വിടാൻ സമയമായി. കത്തുകൊണ്ട് കൊടുത്തിട്ട് മാമനെ കണ്ടാ മതി. പോടാ പോടാ. അല്ലെങ്കിൽ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നീ ചിലപ്പേ ഈ ലെറ്റർ പോണ വഴിക്ക് കീറിക്കളഞ്ഞാലോ? അതുകൊണ്ട് ഞാനും വരാം. എനിക്ക് നിന്നെ വിശ്വാസമില്ല. വാ. ഹലോ, ഈ ശൈത്താൻ കാറും കൊണ്ട് എവിടെ പോയി കിടക്കുകയാണ്. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് കാറ് മേടിച്ചിട്ട ഓന്റെ ആവശ്യത്തിന് ചുറ്റി കറങ്ങുകയാണ്. നിങ്ങൾ എന്താണ് മനുഷ്യനെ പോലീസുകാരുടെ ജീപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് പായണത്? പോണില്ലേ നിങ്ങള്? ആമിന, ഈ മുണ്ടാണ്ടകത്ത് കയറിപ്പോയ്ക്കോ. നമ്മളിവിടെ മൂട്ടിന് തീ പിടിച്ച് നടക്കാണ്. നിങ്ങളെന്താണ് റോക്കറ്റാ മൂട്ടിന് തീ പിടിക്കാൻ? ഞമ്മളെന്നാ 102 വിളിച്ച് ഫയർഫോഴ്സ് കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയാം. നിങ്ങളുടെ മൂട്ടിലെ തീ കെടുത്താൻ ഒരു ചവിട്ടാണ്ട് വെച്ചെന്നാണ്ടല്ലോ ബാലാൽ. കയറിപ്പൊടിയകത്ത്. ദേ, നിങ്ങൾ ഇങ്ങനെ ചവിട്ടാൻ കാല് പൊക്കണ നേരൊന്നും ഞമ്മക്ക് വേണ്ട. നമ്മൾ ഈ 6 അടി 1.5 ഇഞ്ചിൽ ഒരു സവാരി ഗിരിഗിരി അങ്ങ് നടത്തും. ഒത്തിരി ഉണ്ട് നമ്മുടെ കയ്യില് പെടക്കണത്, പല സൈസില് പല തരത്തില്. നിങ്ങള് പേടിച്ചു പോയാ? മോഹൻലാലിന്റെ ഡയലോഗാണ് രാവണപ്രഭു. നമ്മക്കിപ്പോ ഒരു സംശയം. ആ ജമാല് അന്നെയാണോ ചീത്തയാക്കിയത്, അത് ഈ ജമാലിനെയാണോ ചീത്തയാക്കിയത്? നിങ്ങള് വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് അൻവറെ നോക്കി ഇവിടെ ഇങ്ങനെ നിക്കണ നേരത്തിന് വഴിയിലോട്ട് ഇറങ്ങിയ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോയേച്ചുവാ. ആ, നേരാണ്. ഇനിയിപ്പൊ അങ്ങനെ വല്ലതും ചെയ്യാം. ഈ ആ കൊടയും കെടു. നിങ്ങള് പുടി മാത്രം കൊണ്ടത് ഈ കൊടയും കൂടി കൊണ്ടോ? അതോ, കൊടയുടെ നട്ടല്ല അവിടെ ഇരിക്കണേ ഉള്ള. ഇതും കൂടെ വെച്ചേക്ക്. കുറിച്ച് ഏക്കാൻ പോയെന്ന് കേണിയായില്ല. വിശന്നിട്ടും പാടില്ല. ഓ, നിന്റെ വന്നെന്ന് ഞാൻ ചെല്ലി എനിക്ക് കേസൊക്കെ എന്നെ ഈ കോലത്തിൽ തന്നെ തിരിച്ചു വിട്ടേക്കണേ. എന്റെ വീട്ടിലൊന്ന് അറിയിക്കണേ. കൊടുക്കണ്ടേ? ഒത്തിരി പറയല്ലേ കൊടുക്കാം. എന്താണോ? ഒന്ന് മൂത്രം. ഒരാളുടെ കാലിന്റെ ചോട്ടിൽ വന്നാണ് മൂത്രം. സോറി. എഴുന്നേറ്റ് പോണോടത്ത്. അയ്യോ, ഞാൻ ലൈലാനെ കാണാൻ വേണ്ടി നിന്നതാ. എന്തു പറയാനാ? ജമാല് തന്നു വിട്ടതാ. നിർത്തലോ നിർത്ത.
ദൈവമേ, ഹാജിയാർ. അയ്യോ, അയ്യോ. എന്താടാ വിചാരിച്ചേ? ഹാജിയാർ, ഞാനൊന്ന് പറയട്ടെ. ഈ മുണ്ടരുത്, നമുക്കെല്ലാം മനസ്സിലായി. കത്ത എന്റെ കരളെ, കരളിന്റെ കരളെ, എന്നോടൊന്ന് ചിരിക്കേ കിളിയേ, മാനസക്കിളിയേ, വെറുതെ നിന്ന് കിണുങ്ങാതെ ഫോറിൻ കാറിൽ ഡോളർ നോട്ടും കൊണ്ടുവന്ന് ഞാൻ വിളിച്ചാൽ കൂടെ വരുമോ നീ? അമുക്കെ പിടിച്ച് ഹാജിയാർ, ഞാൻ പടച്ചോനെ, ആകെ പ്രശ്നമായല്ലോ. ഇനി ഞാൻ ഇവിടെ ആകെ കുളമാകും. ഇവിടെ തനിക്ക് ഇവിടെ തന്നെ മൂത്രമൊഴിക്കണം എത്ര നിർബന്ധം? ഒരു മൂത്രമൊഴിക്കൽ അയ്യോ, അയ്യോ, പ്രശ്നമെന്നോ? പഠിക്കാൻ പോണ പെമ്പിള്ളേരെ വഴി തടഞ്ഞു നിർത്തി തോന്നിയാസം എഴുതി കൊടുക്കല ഏവന്റെ എന്റെ ചേട്ടാ, ഞാനൊന്ന് ആരോട് ചോദിച്ചിട്ടാണ് എന്നെ ചവിട്ടിയത്? ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം അവിടെ ഒരാളെ ചവിട്ടാൻ. മര്യാദക്കല്ലെങ്കിൽ ഇനിയും ചവിട്ടും. എന്നാ ചവിട്ടാ. പിടിച്ച പിള്ളേര് ചക്കൂട്ടാൻ കണ്ടുപോലെ കെ ഐഷാക്ക് ഒരു കത്തുണ്ട്. നമ്മുടെ മോളാണ്. ഓക്കാര് കത്ത് വയ്ക്കാനാണ്. സ്നേഹത്തോടെ അൻവർ. ഇത് ഓന്റെ മേലെയായിരുന്ന ഓണത്തിനാ ഒരു കത്ത് വയ്ക്കണത്. എന്താണ് ഇത്ര വലിയ രഹസ്യം? നമുക്കൊന്നും അറിയണമല്ല. സ്നേഹമുള്ള എന്റെ ഐശുവിന് നമ്മളിനി ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. എന്റെ ഗൾഫിൽ പോക്ക് ഉടനെയൊന്നും നടക്കുമെന്ന് തോന്നണില്ല. ഇനി വയ്യ ബാഫ അന്നെ വേറെ വല്ല സീതാമാർക്കും കെട്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് ആരും അറിയാതെ നമുക്ക് ഈ നാട്ടിൽ ഇന്ന് പോവാം. ഇന്ന് രാത്രി കൃത്യം 10 മണിക്ക് 4-ാം മൈൽ ബസ് സ്റ്റോപ്പില് ഞാൻ കാറുമായി കാത്തു നിൽക്കാം. നീ അവിടെ എത്തണം, മറക്കരുത്. കൃത്യം 10 മണിക്ക്. മറക്കൂല്ലടാ, നമ്മള് മറക്കൂല്ലടാ. മണ്ണൻ, മരമണ്ണൻ. ഇവൻ ഈ കത്ത് പോസ്റ്റ് ചെയ്തോണ്ടല്ലേ അത് നമ്മുടെ കൈ കിട്ടിയത്. അത് നേരിട്ട് ഓളുടെ കൈ കൊടുത്താൽ പോരായിരുന്നാ? പടശോനെ, ഇതുപോലുള്ള മരമണ്ണന്റെ കൂടെ ഒളിച്ചോടി പോയാ എന്റെ മോളുടെ ഗതി എന്താകും? അല്ല, നമ്മൾ ഒളിച്ചോടിപ്പിക്കാവടാ. ഇനി ഓളെങ്ങനെ പുറത്തു പോകുന്നത് നമുക്കൊന്ന് അറിയണമല്ല. പടശോനെ, അതിന് കത്ത് വന്ന കാര്യം ഓൾ അറിഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ പുറത്തു പോകും? ഇനി പുറത്തു പോയാ മോളെ ഐശു? എന്താ പാപ്പാ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. അപ്പൊ അകത്തുണ്ട്.
അപ്പോ എന്റെ കത്ത് ഏറ്റു. ബാപ്പ തിരിച്ചു വരുന്നതിന് മുമ്പ് ഐഷുവിനെ കണ്ടിട്ട് ഇവിടുന്ന് മുങ്ങാം. ടണ്ടടരണ്ടൻ ടണ്ടടരണ്ടൻ. അല്ലാ, ടോർച്ചെടുക്കാൻ മറന്നല്ല. വേണ്ട, ചിലപ്പോ ഉമ്മ കാണാൻ വഴിയുണ്ട്. പിന്നിക്കോടകത്തേക്ക് പോവാം. ഒരു കള്ളനാ. ആരാത്? പഠിച്ചോനെ, ഇനി വല്ല കള്ളന്മാരും മറ്റോ ആണോ? എന്നാലും ആ കടലിന്റെ തല അടിച്ചു പൊളിക്കാൻ പോയി നമ്മുടെ തലനെ അടിച്ചു പൊളിച്ചല്ലോ. നമുക്ക് മനസ്സിലായി അത് നിങ്ങളായിരുന്നെന്ന്. നിക്കാൻ കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ട് എനക്ക് നമ്മളെ മനസ്സിലായില്ല അല്ലേടി? നീ ആടി ഉത്തമയായ ബീവി. എന്നാലും ആ കള്ളൻ ആരായിരിക്കും ബാപ്പ? ബാപ്പ വിഷമിക്കണ്ട, ഓന്റെ തലയും ഇതുപോലെ ആരെങ്കിലും അടിച്ചു പൊളിക്കും. ബാപ്പ നോക്കിക്കും. ആ വാടാ, വേഗം വാടാ. നീ പള്ളിയിലേക്ക് നടന്നേ പോകുള്ളെന്ന് എനിക്കറിയാം. എന്റെ കാശ് മേടിച്ചോണ്ട് പോയിട്ടേ ആഴ്ച ഇപ്പൊ 2 ആയി. വിസ ഇല്ല, കാശുമില്ല. വാടാ. അൻവറേ, ഓ, അന്നത്തെ മാമി വിളിക്കുന്നു. ജമാലെന്തിയാടാ? ഓന് പള്ളിയിൽ പോകുമൊന്നും വേണ്ടേ? ഓന് പള്ളി പോകാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഈ ഓനോടൊന്ന് പറഞ്ഞേക്ക്. ആ ആ ആ ഇവിടെ നിക്കാം. എന്തൊരു ചൂടപ്പോ. ഈ കൊടക്ക് ഇതേ പണിയല്ല, ഇവിടെ തന്നെ കുത്തിയിരി. അല്ലെങ്കിൽ വേണ്ട, അടി ചിലപ്പോ കൊണ്ടില്ലെങ്കിലാ. മുണ്ടിട്ട് മൂടിയിട്ട് അടിക്കാം, അതാ നല്ലത്. വാ വാ വാ, വാടാ വാടാ, വേഗം വാടാ. സിംഹത്തിന്റെ കൂട്ടിലേക്ക് തന്നെ വഴിയിരുന്ന് നിന്റെ പരിപ്പ് ഞാൻ ഇളക്കും. എന്റെ മാമാനെ കൊല്ലാൻ നോക്കിയവനാ. ഇടിച്ചു പിന്നെ കൂമ്പ് കലക്കടാ. ഇടിക്കടാ, എന്നോടാ പറഞ്ഞു ഇടിക്കാൻ. അല്ല മാമ, ഞാൻ തന്നെ ഇരിക്കണോ? എന്താ 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 പ്രശ്നം? എന്റെ മാമാനെ കൊല്ലാൻ നോക്കിയവനാ. ഞാനെന്ന് ജമാലെ വേണ്ട, മോൻ മയ്യത്തായി കൂടാ. മയ്യത്താവണം. എന്റെ മാമേനെ കൊല്ലാൻ നോക്കിയവൻ മയ്യത്താവണം. എടുത്ത് കൊടുക്കാൻ എവിടെ? മതി, ഇനി നമ്മൾ ഇവന്റെ മോന്ത ഒന്ന് കാണട്ടെ. നീ മാമ ദേ നോക്കിക്കേ. മാമ എവിടെ പോയി? ഡല്ലോ, അപ്പോഴേക്കും മാമേനാരെ പുറകിന്ന് ഒന്ന് അടിച്ചിട്ടത്. മാമ എഴുന്നേക്ക്. മാമ അശോക എടാ, അൻവറേ. തനിക്കെന്താണോ തന്റെ കണ്ണ് കാണൂല? എനിക്ക് എങ്ങനെയാണ് എന്റെ കണ്ണ് കാണാൻ പറഞ്ഞ? എനിക്ക് തന്റെ കണ്ണല്ലേ കാണാൻ പറ്റൂ. തനിക്കെന്താ എന്റെ കണ്ണ് കാണാൻ പാടില്ലേ? എന്നെ വന്ന് ഇടിച്ചു വീഴ്ത്തി പറഞ്ഞിട്ട് കളിയാക്കുന്നോളൂ. തന്റെ ഒരു സൈക്കിൾ. എടാ നിന്നെ ഞാൻ. അയ്യോ, ആരെങ്കിലും വന്നു രക്ഷിക്കണേ. എന്താ
ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായി. 5 വർഷം കഴിഞ്ഞ് സൂപ്പർ സ്റ്റാർ ആവുമ്പോഴാണല്ലേ, അതുകൊണ്ട് തന്നെ ചോദിച്ചത് എന്താന്ന്. മഹാദേവൻ സാറിന് ഒന്ന് കാണണം. കാശുണ്ടോ കയ്യില്? കാശ് ഞാൻ ആദ്യം കൊടുത്തായിരുന്നു, 25,000 രൂപ. അതല്ല, ബോംബെ വരെ എത്താനുള്ള കാശുണ്ടോ കയ്യിലെന്ന്. മഹാദേവൻ സാർ ഇപ്പൊ ബോംബെയിലാ. ബോംബെയിലാ? ആ അതേന്ന്, ഒരാഴ്ചയായി പോയിട്ട്. എന്നാ മടങ്ങി വന്നെ? ഇനി വരുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അപ്പൊ ഈ വീടാ? ഇത് അദ്ദേഹത്തിന്റെ വീടൊന്നുമല്ല, അദ്ദേഹം 6 മാസത്തേക്ക് വാടക എടുത്തല്ലേ. പടച്ചോനെ, അപ്പൊ എന്നോട് പറയാണ്ട് പോയാ? തന്നോട് പറയാ താനാരാ? എടോ, എന്റെ 25,000 രൂപ കൊണ്ടാണോ ആ കള്ളപ്പന്നി റാസ്കള് മുങ്ങിയത്? ആ കാശ് പലിശക്ക് കൊടുത്തിരുന്നെങ്കിലേ മാസാമാസം അതിന്റെ പലിശക്കിൽ കിട്ടിയ. ചേട്ടാ, അന്നത്തെ പോലെ എന്നെ കയറ്റി വിടാതിരിക്കാൻ ചേട്ടൻ നുണ പറയണല്ലേ? സത്യമായിട്ട് സാറ് പോയാ? തനിക്ക് വിശ്വാസമില്ലെങ്കിൽ താൻ അകത്ത് കയറി നോക്ക്. ഇപ്പൊ ഒരു ബിസിനസ്സുകാരനാ ഇവിടെ താമസിക്കുന്നത്. താനാണോ ഇതിനെല്ലാത്തിനും കാരണം? അതിന് ഞാനെന്ത് ചെയ്ത്? ഞാൻ അന്ന് വന്നപ്പോ താൻ എന്നെ ഇതിന്റെ അകത്തോട്ട് കയറ്റി വിടാതിരുന്നെങ്കിൽ എന്റെ ഈ കാശ് പോകുമായിരുന്നോ? പടച്ചോനെ, താൻ മുടിഞ്ഞ് പണ്ടാറടങ്ങി പോകുമോ? ദൈവമേ, ഇവനെന്തിനാ എന്നെ വന്ന് വരാകുന്നത്? പടച്ചോനെ, ഞാൻ ചാടാൻ പോവുകയാണ്. വെള്ളത്തിൽ വീണ് കഴിയുമ്പോ എന്റെ നീന്തൽ ഞാൻ മറന്നുകൂടെ? ഇല്ലെങ്കിൽ ഞാൻ നീന്തി കരക്ക് കയറും. പെട്ടെന്ന് മയ്യത്താവാൻ എന്നെ നീ സഹായിക്കൂലേ? പടച്ചോനെ, രക്ഷിക്കണേ. ജമാലേ, വെറും 25,000 രൂപക്ക് വേണ്ടിയാണോ നീ മരിക്കാൻ പോണത്? നീ മയ്യത്തായാൽ നിനക്ക് നഷ്ടമൊന്നുമില്ല, മറിച്ച് മലയാള സിനിമയ്ക്ക് ഭാവിയിലെ ഒരു സൂപ്പർ സ്റ്റാറിന് നഷ്ടമാവും. ശരിയാ, ഞാൻ കാരണം മലയാള സിനിമയ്ക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ നഷ്ടപ്പെട്ടുകൂടാ. ഓക്കെ. ഇവിടെ ഒന്നുമില്ല. പോടാ പോടാ പോടാ, ഇവിടെ ഒന്നുമില്ല. പോ എടാ, മാറി പോ, പോ, പോ. മാറി. എന്ത് കാണാൻ നോക്കിക്കടാ. പോടാ പോടാ. അതിന് പിള്ളച്ചേട്ടന്റെ കടയിൽ ഇവിടെ കൊണ്ടുവന്ന് ബോംബ് വെക്കാൻ. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചവരായാലും അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കും. എന്റെ ദൈവമോ, ഓ എന്താ ഏട്ടാ, ഇവിടെ ആകെ പ്രശ്നങ്ങളും പോലീസും ഒക്കെ ആണല്ലോ. ഓ, ഇതൊക്കെ എന്താ? ഒന്നും പറയണ്ട എന്റെ മോനെ, ഇവിടെ ബോംബ് വെച്ചേക്കെന്ന് പറഞ്ഞ് പോലീസുകാർക്ക് ആരോ ഫോൺ ചെയ്ത്. പോലീസുകാർ വന്ന് കാറ്റിക്കൂട്ടിയേക്കണതൊക്കെ ഉണ്ടം പൊരിക്കകത്ത് ബോംബിട്ടെന്ന് പറഞ്ഞ് അവര് കീറിട്ടിരിക്കണേ. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ എന്താ ഈ കാണിക്കണേ? ഇതൊക്കെ തിരിച്ചൊട്ടിച്ച് വെച്ച് വിൽക്കാനുള്ള പരിപാടിയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അയ്യോ, എന്റെ അമ്മോ. അല്ല, അയ്യോ. നിനക്കെന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ പൊന്നി കേട്ടോ. നിന്റെ പരുവം കണ്ടിട്ട് ആരോ ശരിക്കും താങ്ങിയോട്ടുണ്ടല്ലോ. എന്നെയോ താങ്ങാനോ? ഞാനൊന്ന് വീട്ടില് തെന്നി വീണതല്ലേ. എന്തായാലും ഓനെ ഒന്ന് കണ്ട് നല്ല 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചേക്കാം. അയ്യോ അയ്യോ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ആ പാലെടുത്ത് ഒഴിക്കാൻ പാടില്ലായിരുന്നു. എന്റെ മുഖം. അയ്യോ, എന്റെ അമ്മോ, തലക്കകത്തുണ്ടായ ചെളിയൊക്കെ ഇളകി. അയ്യോ അയ്യോ അയ്യോ. എടാ, എന്നെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കണ്ടാടാ. അത് പിന്നെ ഞാൻ അറിഞ്ഞോ നീയാണ് മുണ്ടിന്റെ ഉള്ളിലുള്ളത്? നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? കിട്ടിയല്ലേ? ഇടിയപ്പോ അല്ല, ഇഡലിയാ കിട്ടിയത്. നീ എന്തിനാ മാമനെ കൊല്ലാൻ നോക്കിയത്? കൊല്ലാൻ നോക്കിയോ? ഓ എടാ, ഞാൻ നിന്റെ മാമനെ കൊല്ലാൻ നോക്കിയതല്ല. അവിടെ നിങ്ങളല്ലാതെ വേറൊരുത്തരുണ്ടായില്ലേ, ഞാൻ അവനാന്ന് വിചാരിച്ചിട്ടാ. ആര്? അൻവറ? അതിന് ഓൻ നിന്നോടെന്താ ചെയ്ത്? ആ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അവന്റെ ഒരു 25,000 രൂപ ഒരുത്തിന് അടിച്ചോണ്ട് പോയെന്ന്. നേരോ? ഹാജിയാരെ ആർക്കാ കൊടുത്തയച്ച കാശ. അവൻ എന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ഗൾഫിൽ പോവാൻ പറ്റുന്ന ഒരു 25,000 രൂപ എടുത്ത് ഞാൻ കൊടുത്ത്. അവൻ എന്നോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ മാമാനോട് പറഞ്ഞ് അവന് വന്നേക്കണ വിസ എനിക്ക് മേടിച്ച് തരാന്ന് പറഞ്ഞു. എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, ഇപ്പൊ അവസാനം ഞാൻ കൊടുത്ത കാശുമില്ല, വിസ ഇല്ല. അത് ശരി, അപ്പൊ ഓൻ അങ്ങനെ പറഞ്ഞല്ലേ? അൻവറിന് വിസ വന്നോ? അത് അൻവറിന് വന്ന വിസയല്ല, എനിക്ക് വന്ന വിസയാ. എനിക്ക് എന്റെ സിനിമ വിട്ട് ഗൾഫിൽ പോകാൻ താല്പര്യമില്ലാത്ത കാരണം ഓന് കൊടുത്തതാ. നീ അവന് കൊടുത്താലും ശരി, അവൻ നിനക്ക് തന്നാലും ശരി, ഇനി എനിക്ക് ആ വിസ കിട്ടുമെന്ന് തോന്നണില്ല. എന്റെ വിസയുടെ കാര്യം ശരിയാക്കാൻ വേണ്ടി ഹാജിയാരെ സോപ്പിടാൻ വന്നാ ഞാൻ. എന്നിട്ട് എന്റെ അവസ്ഥ ഇതായി. എല്ലാത്തിനും കാരണക്കാരൻ നീയാണാ. നീ പിടിവിട്, നീ വിഷമിക്കണ്ട. ഓനെ നിനക്ക് ഞാൻ പിടിച്ചു തരാം. ആരെ? ഹാജിയാരെയോ? അല്ലടാ, അൻവറെ. അയ്യോ അയ്യോ
അൻവറിന്റെ കാറില്ല അപ്പൊ അവനവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, നീ പോയി അവനെ പിടിക്ക്. അല്ല അത് ചെല്ല്. ചെല്ലാം. പടച്ചോനെ, അവൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. വരട്ടെ. അതെ, അവൻ ഇങ്ങോട്ടാ വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചോ, ഞാനവിടെ പോയി പുറത്ത് ഒളിക്കാം. അവൻ ഇവിടെ അകത്ത് കയറി കഴിയുമ്പോ നമുക്ക് അവനെ പിടിക്കാം. ഓക്കേ? പിന്നെ അവന്റെ ഇടിയങ്ങനെ എന്റെ മോന്തക്ക് കൊണ്ട് സൂപ്പർ സ്റ്റാർ ആവുള്ള മോന്ത ഇത്. പിള്ളച്ചേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം മോനെ. അല്ലടാ അൻവറേ, നിന്റെ 25,000 രൂപ അടിച്ചു പോയോ? ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. പടച്ചോനെ, ഇവനോട് ഇരിപ്പുണ്ടായിരുന്നോ? നിങ്ങളെ അയ്യോ, പിള്ളച്ചേട്ടനല്ല, പാരച്ചേട്ടനാ. ഞാൻ പോയിട്ട് വരട്ടെ കേട്ടാ. ഒരു കാര്യം ചെയ്, ആ തോർത്തും സോപ്പും കൊടുത്തോ, ഞാൻ ഇവിടെ നാം കുളിക്കാം. തൃപ്തി ആയില്ല?